ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാതം മുതൽ ഈ നിമിഷം വരെയുള്ള ജീവിതത്തെക്കുറിച്ചും ലഭിച്ച അനുഭവങ്ങളെക്കുറിച്ചും കേട്ട കാര്യങ്ങളെക്കുറിച്ചും പരിചിന്തനം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലുണ്ട്. എങ്കിലും എല്ലാ കാര്യവും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുകയാണ്. ഒന്ന്, രാവിലെ നമ്മളിവിടെ പ്രഭാതത്തിൽ വന്നപ്പോൾ ബ്രദർ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം, അടുത്ത തലമുറയിലേക്ക് നമ്മളെങ്ങനെയാണ് വിശ്വാസം കൈമാറേണ്ടത്. അതിന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞൊരു തിരുവചനം 59-ാം അധ്യായം 21-ാം വാക്യം. ഞാൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ഞാനത് അണ്ടർലൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷേ ബ്രദർ അത് പറഞ്ഞപ്പോഴത്തേക്കാണ് അതിൻ്റെ ആന്തരികമായ രഹസ്യം കുറച്ചുകൂടി എനിക്ക് ബോധ്യമായത്. അതെനിക്ക് തോന്നുന്നു കാലാകാലത്തോളമുള്ള തലമുറകൾക്ക് അതെന്നും ഒരു പ്രചോദനം നൽകുന്ന ഒരു വചനമാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് ബ്രദർ സംസാരിച്ചു. വിസ്താമ ത്രേസ്യ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നൽകിയിരിക്കുന്ന വിചിന്തനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലൊക്കെ പല വിശുദ്ധരുടെയും ഒക്കെ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇന്നാണ് എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തത്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന നിലയിലാണ് ഞാനതെപ്പോഴും കണ്ടിരുന്നത്. പക്ഷേ ബ്രദർ അത് പറഞ്ഞു, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന നിലയിൽ മാത്രമല്ല, ഈശോയോടൊപ്പമുള്ള ഒരു പ്രാർത്ഥനയാണ് അതെന്നുള്ളത്. അതെനിക്ക് ഒരു പുതിയ ഒരു ഉൾക്കാഴ്ച എനിക്ക് നൽകി. അപ്പോൾ ഇന്ന് കുർബാനയുടെ സമയത്താണല്ലോ ആ പ്രാർത്ഥനയില്ലപ്പം. പക്ഷെ നമ്മളിങ്ങനെ പ്രാർത്ഥന ചൊല്ലിപ്പോകുമ്പം ഒന്ന് വിചിന്തനം ചെയ്യാനുള്ള സമയവും സാവകാശമൊന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ. എങ്കിലും അത് മനസ്സിൽ ഓർക്കാനും ഈശോയോട് കൂടി, കാരണം ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യം, ഈശോയുടെ അടുത്ത് പോയി ചുമ്മാതെ ഇരിക്കുക. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയോട് കൂടി. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട്, ഒരു ആഴപ്പെടലായിട്ടും ആ ഒരു ഉൾക്കാഴ്ച എനിക്ക് അനുഭവപ്പെട്ടു. മറ്റൊന്ന്, ദൈവത്തിന് ആ 7 കാര്യങ്ങൾ പറഞ്ഞത് അത് നമുക്കത് വളരെ ഹൃദ്യമായ ഒരു ആശയമാണെങ്കിൽ അതിനകത്ത് കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ എന്നും ജീവിതത്തിൽ എനിക്കാകെ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ. വേറെ ഒത്തിരി പുണ്യങ്ങളൊന്നും ഞാൻ സാധാരണ ചെയ്യാറില്ല. ഇങ്ങനെ ഒത്തിരി മറ്റു പ്രായശ്ചിത്തങ്ങളൊന്നും ചെയ്യുന്ന ഒരു ത്രേസ്യ പുണ്യതയുടെ ആ ഒരു ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിൽ ബി ഫെഡ് അപ്പ് വിത്ത് ദാറ്റ്. അത് എപ്പോഴും നിലനിർത്താൻ പലപ്പോഴും പറ്റില്ല. പക്ഷേ കഴിവുള്ളിടത്തോളം ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും നിറവേറ്റണം എന്നുള്ള ഒരു ആശയവും ആദർശവുമാണ് എൻ്റെ ജീവിതത്തിൽ. അതെനിക്ക് കുറേ കൂടി ഹൃദ്യമായിട്ട് കുറച്ചുകൂടി ആഴത്തിൽ തോന്നി. പ്രത്യേകിച്ച് ജോന പ്രവാചകൻ്റെ, അത് നമുക്ക് സംഭവം അറിയാവുന്നതാണെങ്കിലും അതിനകത്ത് ബ്രദർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ എൻ്റെ ഇങ്ങനൊരു നമ്മളെ ഉള്ളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്ന പോലെ ആ ജോനയുടെ ബോൾഡ്നെസ്സാണ് ഞാൻ മനസ്സിലാക്കിയത്. താൻ ദൈവഹിതമല്ല നിറവേറ്റുന്നതെന്ന് ജോനായ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ ഒരു നിമിഷത്തിൽ അത് ഏറ്റുപറയുവാനും അതിനു വേണ്ടി ജീവൻ പോയാലും ആ കടലിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞേക്കാൻ പറയാനുള്ള ആ ഒരു തുറവി, ആ ഒരു ബോൾഡ്നെസ് അദ്ദേഹം കാണിച്ചത് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം നിറവേറ്റാൻ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും അത് സാധിച്ചെന്ന് വരികയില്ല. പക്ഷെ തിരിച്ചറിവുണ്ടാകുന്ന സമയത്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ബോൾഡ്നെസ് കാണിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് സ്പർശിച്ച ഒരു കാര്യം അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. ഞാൻ ഈ റോമാക്കാർക്കുള്ള ലേഖനവും ഗലാത്യക്കാർക്കുള്ള ലേഖനവും സമാനമായ ചിന്തകളാണല്ലോ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. അപ്പോൾ ഈ ഹെബ്രായർക്കുള്ള ലേഖനം വായിക്കുമ്പോഴും ആ 11-ാം അധ്യായം 11 എൻ്റെ വിചാരം 11-19 ആ ഈശോയുടെ ഉത്ഥാനം, ഇത് മരിച്ചവരിൽ നിന്ന് പോലും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ സാധിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഇൻ ആൻറ്റിസിപ്പേഷൻ അബ്രാഹത്തിന് ദൈവം അത് കൊടുത്തു എന്ന് പറഞ്ഞത് ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതെന്താണോ ഈ പറയുന്നതെന്നുള്ളത്. പക്ഷെ ആ ഒരു കാര്യം കുറച്ചുകൂടി വളരെ ക്ലിയറായിട്ട് മനസ്സിലെപ്പോഴും സംശയമുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അത് വ്യക്തമാക്കാനും ഇനി ഇതിൻ്റെ എല്ലാം വിളിച്ചെത്തി വിശുദ്ധ കുർബാനയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാനയുടെ സമയം മുഴുവനും ആ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലുള്ള ആ ഒരനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്, എനിക്ക് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ചും ആ വിരിപ്പിന് ചുറ്റും പുരോഹിതൻ ഇത് പ്രാർത്ഥിക്കുമ്പോൾ റൂഹായെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ
എനിക്കിങ്ങനെ വലിയ ദർശനങ്ങൾ, ഞാനിങ്ങനെ രൂപവും ഭാവവും ഒന്നും കാണുന്നതല്ല. പക്ഷേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചുറ്റും, നമ്മളോട് കൂടി ഇങ്ങനെ വസിച്ച് ആത്മാവ് നമ്മളെ ഈ ഒരു മാനുഷിക മേഖലയിൽ നിന്ന് ദൈവിക മേഖലയിലേക്ക് നമ്മളെയൊക്കെ ഉയർത്തുന്ന ഒരു വലിയ അനുഭവമായിട്ട് അതെനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏറ്റവും അധികം അനുഭവിക്കാൻ എൻ്റെയും ജീവിതത്തിൽ, ഞാൻ ഏറ്റവും അധികം ജീവിതത്തിൽ സെൻട്രാലിറ്റി കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്കാണ്. അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ കേന്ദ്രിതമായൊരു ജീവിതം നയിക്കാനും ഏത് പ്രാർത്ഥനയുമാണേലും ഏത് കാര്യമാണേലും വിശുദ്ധ കുർബാനയ്ക്ക് അപ്പുറമായിട്ട് മറ്റൊന്നും ഇല്ല. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കൂടുതൽ സജീവമാകുന്നതും അനുഭവിക്കാൻ സാധിക്കുന്നതും എന്നുള്ളത് കുറച്ചുകൂടി അനുഭവപരമായിട്ട് ബോധപൂർവകമായിട്ട് അനുഭവിക്കാനും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ഇതിൻ്റെ എല്ലാം ഒരു പരിസമാപ്തി എന്ന നിലയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ തുടക്കം തന്നെ ഇത് പറയുന്നുണ്ടല്ലോ, അവൻ പല വിധേന നമ്മോട് സംസാരിച്ചു, പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാർ. പക്ഷേ ഈ അവസാന നാളുകളിൽ അവൻ തൻ്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പുത്രനിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചതാണ് വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ ബ്രദറിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. പുത്രനിലൂടെ സംസാരിക്കുക മാത്രമല്ല, പുത്രൻ തന്നെ സംസാരിക്കുകയാണ്. പുത്രൻ തന്നെയാണ് നമ്മുടെ സംസാരത്തിൻ്റെ വിഷയവും. പുത്രനാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ പുത്രനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ത്രിത്വൈക ദൈവത്തിലേക്കുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ത്രിത്വാത്മകമാകണം. അത് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ പിതാവായ ദൈവത്തിൽ എത്തിച്ചേരുന്ന വലിയൊരു മിസ്റ്റിക് എക്സ്പീരിയൻസിലേക്കുള്ള ഒരു നീക്കം, അതിനുള്ള പ്രചോദനവും പ്രേരണയും പ്രബോധനവുമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈശോ തന്നെ പ്രാർത്ഥിച്ചതുപോലെ വിജ്ഞാനികളിൽ നിന്ന് ദൈവം മറച്ചു വെച്ച് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ബ്രദർ ശിശുവാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൊച്ചുറേശ്യ പുണ്യവതി പറയുന്ന പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ശിശുവായി വർത്തിക്കുന്നത് കൊണ്ട് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച ഒരു രഹസ്യം ദൈവം ബ്രദറിന് വെളിപ്പെടുത്തി തരുന്നു. ആ ശിശുത്വത്തിൻ്റെ പാതയിലൂടെ സ്വർഗം കൈവരിക്കാൻ ബ്രദറിൻ്റെ പ്രബോധനം വഴി നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പലപ്പോഴും ബ്രദർ എന്നെ വിളിച്ചാൽ ഞാനിവിടെ വന്നിരിക്കുക. ഞാൻ ഒരിക്കലും സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നിട്ടില്ല. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവാനുഗ്രഹിക്കട്ടെ.